നമസ്കാരം. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പരാജയം. മോശം തീരുമാനങ്ങളുടെ ഈ 5 രാശികളിൽ നിങ്ങളുമുണ്ടോ എന്ന് നോക്കൂ. ഒരൊറ്റ തീരുമാനം മതി നമ്മുടെ ജീവിതം ചിലപ്പോൾ സ്വപ്നം കണ്ടതിനേക്കാൾ ഉയരത്തിലെത്തും. അതേസമയം ഒരൊറ്റ തീരുമാനത്തിൻ്റെ പേരിൽ ജീവിതത്തിൽ അങ്ങേ പരാജയപ്പെടുന്നവരുമുണ്ട്. തീരുമാനങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വളയം തന്നെയാണ്. അത് ശരിയായല്ല എടുക്കുന്നതെങ്കിൽ കാട്ടിലോ കുഴിയിലോ ചെന്ന് വീഴുകയും ചെയ്യുന്നു. ഉചിതമായ തീരുമാനം എടുക്കുക എന്നത് ഒരു കഴിവ് തന്നെയാണ്. ആ കഴിവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ജന്മരാശി എന്ന് പറയുന്നത്. വേദജ്യോതിഷം അനുസരിച്ച് എന്നും മോശം സമയം അല്ലെങ്കിൽ പരാജയം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന 5 രാശികളുണ്ട്. അവരാരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശി. ഇതിൽ വരുന്ന നാളുകാർ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. പുതിയ വഴികൾ കണ്ടെത്തുന്നതിൽ മിടുക്കരായ രാശികളിലെ വഴികാട്ടിയാണ് പൊതുവെ അറിയപ്പെടുന്ന മേടം രാശിക്കാർ. ചിലപ്പോൾ വരും വരായികൾ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കും. സാഹസികരായ മേടം രാശിക്കാരുടെ ആത്മവിശ്വാസം പലപ്പോഴും അവരെ എടുത്തുചാട്ടക്കാരാക്കുകയും ചെയ്യുന്നു. എടുത്തുചാടി ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നല്ല ഫലങ്ങൾ നൽകണം എന്നില്ല. ഇത്തരം മോശം തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കാൻ മേടം രാശിക്കാർ എന്തു ചെയ്യുന്നതിനു മുമ്പും ഒരു നിമിഷം ആലോചിച്ചു തന്നെ നോക്കണം. ക്ഷമ ശീലിക്കുകയും മറ്റുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും കണക്കിലെടുക്കുകയും ചെയ്താൽ ഇവർ മോശം തീരുമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശി. മകയിരത്തിൻ്റെ അരഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ 1/4 ഭാഗം. ഇരട്ട മുഖമുള്ള മിഥുനം രാശിക്കാർ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പിന്നിൽ തന്നെയാണ്. ഒരു തീരുമാനത്തിലെത്താനും അതിൽ ഉറച്ചു നിൽക്കാനും ഇവർ പാടുപെടുന്നതായിരിക്കും. ഈ അനിശ്ചിതത്വം കാരണം അവരുടെ ഭാവിക്ക് ഗുണകരമല്ലാത്ത ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത തിരഞ്ഞെടുപ്പുകളിൽ അവരെത്തിപ്പെടുന്നു. മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ മിഥുനം രാശിക്കാർ അവരുടെ മുൻഗണനകൾ മനസ്സിലാക്കുന്നതിന് ശ്രദ്ധ നൽകണം. സ്ഥിരത നിലനിർത്താനും ഒരു കാര്യത്തിൻ്റെ നല്ല വശവും ചീത്ത വശവും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ മിഥുനം രാശിക്കാർക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം. ചിങ്ങം രാശിയുടെ ആത്മവിശ്വാസവും അംഗീകാരത്തിനുള്ള ആഗ്രഹവും ചിലപ്പോൾ തൻ്റെ ശരിക്കും താല്പര്യത്തിനുമൊത്തുമുള്ള തീരുമാനം എടുക്കുന്നതിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ ജിജ്ഞാസയും കൗതുകവും എടുത്തു പറയേണ്ട സവിശേഷതകൾ ആണെങ്കിലും തങ്ങളുടെ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പ്രായോഗികമായി ചേർന്നു പോകുവാനും ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കണം. വിനയം ശീലമാക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായം തേടുകയും ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് സ്വാധീനിക്കുന്നു. വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിയുടെ തീവ്രവികാരങ്ങൾ അവരുടെ തീരുമാനമെടുക്കുന്നതിനെയും ചിന്തയെയും സ്വാധീനിക്കുന്നു. അഭിലാഷങ്ങളെയോ നീരസവും കാരണം ചിലപ്പോൾ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർ പ്രേരിതരാകും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വൃശ്ചികം രാശിക്കാർ സ്വന്തം വൈകാരിക അവസ്ഥകൾ മനസ്സിലാക്കുകയും അപ്പോഴത്തെ വികാരത്തിൻ്റെ പുറത്ത് തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. സമയമെടുത്തും വസ്തുനിഷ്ഠിതമായും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് വൃശ്ചികം രാശിക്കാരെ നല്ല തീരുമാനങ്ങളിൽ എത്തിക്കുന്നു. ധനു. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം. സാഹസപ്രിയരും സ്വാതന്ത്ര്യങ്ങളും ആണ് ധനുരാശിക്കാർ. ഈ 2 സ്വഭാവ സവിശേഷതകൾ കാരണം അവർ വളരെ പ്രധാനമായ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ തീരുമാനങ്ങൾ എടുക്കും. അത് ചിലപ്പോൾ അവർക്ക് ദോഷം ചെയ്യുകയും തെറ്റായ വഴിയിലൂടെ നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധനുരാശിക്കാർ തീരുമാനമെടുക്കുമ്പോൾ സമയമെടുത്ത് ആലോചിക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. ബാധ്യതകളും സൂക്ഷ്മമായ കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ടുള്ള തീരുമാനമെടുക്കാൻ കർക്കിടകം രാശിക്കാരെ ജീവിതത്തിൽ കൂടുതൽ ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നു.